ഇപ്പോൾ ഈ തെരുവുനായ ശല്യം ഇല്ലാതാക്കുക എന്നത് നമ്മൾ ഇത്തരത്തിൽ വാർത്തകൾ വരുമ്പോൾ ഓരോ സമയത്തും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഈ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പക്ഷേ തെരുവുനായ്ക്കളുടെ എണ്ണം അത് സംസ്ഥാനത്ത് കൂടുകയാണ്. 2017 നമ്മൾ കണക്കുകൾ പരിശോധിച്ചാൽ കടിയേറ്റവരുടെ എണ്ണം അത് 1.35 ലക്ഷമായിരുന്നു. 2018 ആകുമ്പോൾ അത് 1.48 ലക്ഷമാകുന്നുണ്ട്. 2019 1.61 ലക്ഷം പേർ. അപ്പോൾ ഇങ്ങനെ ഓരോ വർഷവും പരിശോധിക്കുകയാണെങ്കിൽ ഈ തെരുവുനായ്ക്കളുടെ ഉൾപ്പെടെ കടിയേൽക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉണ്ടാകുന്നത്. ഈ തെരുവുനായ്ക്കളുടെ ശല്യം ഒഴിവാക്കുന്ന കാര്യത്തിൽ, അത് തടയുന്ന കാര്യത്തിൽ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നൊക്കെ നമ്മൾ കാലാകാലങ്ങളിൽ ചർച്ച ചെയ്യുന്നതാണ്, നടപടികൾ ആവിഷ്കരിക്കുന്നതാണ്, പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ്. പക്ഷേ അതൊക്കെ പാളിപ്പോവുകയാണല്ലോ ശ്രീ ജോസ് മാവേലി. ഇവിടെ ഒരു എന്താ പറയുക, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇപ്പോൾ എന്താണ്, തെരുവ് പട്ടികളുടെ നാടായി മാറി. ഇവിടെ 24 ചാനലിൻ്റെ ഈ ചർച്ചയിൽ നിയാമോളുടെ അമ്മ സബീറ സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ കേൾക്കുമ്പോൾ ആ അമ്മയുടെ സങ്കടം, ആ കൊച്ച് നിയാമോൾ എന്ന് പറഞ്ഞാൽ മാലാഖ കൊച്ച് മരണപ്പെട്ടു. വളരെ സങ്കടത്തിൽ അമ്മ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര നാളായി ആ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവസാനം വരെ ആ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ നിയാമോളെ എന്ന കൊച്ചിനെ പോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളെയാണ് ഇവിടെ ഓരോ മാസവും ഇങ്ങനെ കടിച്ചു കയറുന്നത് തെരുവുനായ്ക്കൾ. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ സബീറ സിസ്റ്റർ പറഞ്ഞു. എന്ത് കഷ്ടം എന്ന് പറയുമ്പോൾ ആ പാവം ആ അമ്മ ഈ കൊച്ചിനെ കൊണ്ട് അവിടെ ഇരുന്ന് എന്തുമാത്രം കഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ എനിക്ക് കുറ്റം പറയാൻ പറ്റുന്നില്ല. ഇവിടുത്തെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക്, അതിന് മാത്രം ആളുകൾ ഇന്ന് രോഗികളാണ് പല വിധത്തിലും. അപ്പോൾ പനി അതുപോലെ പല അസുഖങ്ങളും വന്നിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഞാനിപ്പോൾ പല പ്രാവശ്യം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച എല്ലായിടത്തും ക്യൂ ആണ് ഡോക്ടർമാരെ നിൽക്കാനായിട്ട്. അപ്പോഴാണ് തെരുവ് പട്ടി കടിക്കുന്ന ഒരാൾ കുറേ പേര് അവിടെ ചെല്ലണത്. അപ്പോൾ എന്താണ് സ്ഥിതി? ആർക്കും ഇവരെ നോക്കാൻ പറ്റുന്നില്ല. ഡോക്ടർമാരെ മാത്രം നമ്മൾ അടച്ച് ആശ്രയിച്ചിട്ട് കാര്യമില്ല. അവർക്കുള്ള ഫെസിലിറ്റി അവിടെ കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ വാക്സിൻ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ഒരു വലിയൊരു സങ്കടം എനിക്ക് പറയാനുള്ളത്, ഞാൻ പല കേസുകളും തെരുവുപട്ടികൾ കടിക്കുന്ന ആളുകളെ എന്നെ വിളിച്ച് പറയുമ്പോൾ എവിടെ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാൻ പറയും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നത്, സങ്കടപ്പെട്ട് പറയുന്നത് അവിടെ വാക്സിൻ ഇല്ല എന്നാണ് പറയണത്. പിന്നെ എന്ത് ചെയ്യും? പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ വളരെ ആളുകൾ പട്ടി കടിച്ചാൽ തന്നെ അതിന് രക്ഷപ്പെടാൻ പോലും പറ്റുന്നില്ല. ഇവിടെ ദിവസേന 100 കണക്കിന് ആളുകളെ പട്ടി കടിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും തെരുവ് പട്ടികൾ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ആട്, കോഴി, താറാവ് എന്ന് കൃഷി ചെയ്തിരിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെല്ലാം അത് നശിപ്പിച്ച് കളഞ്ഞു. ഇവിടെ ഇപ്പോൾ ടൂറിസം പറയുന്നില്ലേ, ഇതിപ്പോൾ ടൂറിസം എങ്ങനെ ഉണ്ടാവും? ഇവിടെ എവിടെ നോക്കിയാലും, ഏത് പ്രദേശത്ത് നോക്കിയാലും തെരുവുപട്ടികളായി. ബസ് സ്റ്റാൻഡുകൾ നിറഞ്ഞിരിക്കുകയാണ്, റെയിൽവേ സ്റ്റേഷനിൽ നിറഞ്ഞിരിക്കുകയാണ്. ഈവൻ എയർപോർട്ടിലടക്കം തെരുവുപട്ടികൾ വാഴുകയാണ്. എങ്ങനെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും? പാവപ്പെട്ട നടന്നു പോകുന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുട്ടികൾ എങ്ങനെ പോകുന്നു? പേടിച്ച് പറിച്ചാണ് ഓരോ ദിവസവും രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ടുവന്നാക്കണത്. അത്രയ്ക്കും ഭയാനകമാണ്. ഭയാനകം. ഇത് നിസ്സാരകരിക്കുന്നത് വളരെ കഷ്ടമാണ്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഞാനിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അടച്ച് ആക്ഷേപിക്കുകയാണ്. ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഈ തെരുവ് പട്ടികളുടെ കാര്യത്തിൽ മുന്നോട്ട് വരുന്നില്ല. എന്താണ് ഇവരുടെ അജണ്ട? ഇവരുടെ അജണ്ട ഒന്ന് മാറ്റുമോ? ഇപ്പോൾ വിപ്ലവ പാർട്ടികൾ, യുവജന പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ SFI, KSU, DYFI, യൂത്ത് കോൺഗ്രസ്, അതുപോലെ തന്നെ ABVP, യുവമോർച്ച എന്നീ പറഞ്ഞ യുവജന പ്രസ്ഥാനങ്ങൾ എവിടെ പോയി? തെരുവ് പട്ടി ഇപ്പം നിയാമോളുടെ കേസ് തന്നെ, ആ മാലാ കൊച്ച് അവിടെ മരണപ്പെട്ടിട്ട് ഒരാളെങ്കിലും ഇവരെ വീട്ടിൽ പോയി അന്വേഷിച്ചോ? ഒരു പാർട്ടി പോയാലും അവിടെ പോയി അന്വേഷിച്ച് എന്തെങ്കിലും ഒരു പ്രതിഷേധം നടത്തിയോ? എന്തുകൊണ്ട് ഇവർ വരുന്നില്ല? ഇതിനകത്തൊരു കച്ചവട വോട്ട് രാഷ്ട്രീയം നടക്കുകയാണ്. എന്താണ് വോട്ട് രാഷ്ട്രീയം? ഇവിടെ തെരുവ് പട്ടികളുടെ അംബാസഡർ പറയുന്നത് മേനകാ ഗാന്ധിയാണ്. മേനകാന്തിനെ ആണ് ഇവരെല്ലാവരും ശപിക്കുന്നത്. തെരുവുപട്ടി കടിക്കുമ്പോൾ എല്ലാവരും ഒന്നടങ്കം ശപിക്കുന്നത് മേനകാന്തിയാണ്. മേനകാന്തി BJPയുടെ ഒരു നേതാവായതുകൊണ്ട് ഇവിടെ വോട്ട് പോകുന്നത് BJPയുടെ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ LDFനും UDFനും വോട്ട് പോകുന്നില്ല എന്നൊരു ഒരു ഇടുങ്ങിയ മനസ്സുകൊണ്ട് മാത്രമാണ് ഇവരാരും രംഗത്ത് വരാത്തത്. ഞാൻ പറയുന്നത് ഇന്ത്യയിലും മൊത്തം സ്ഥിതി വളരെ മോശമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും തെരുവ് പട്ടികൾ വാഴുകയാണ്. ഇവിടെ കേരളത്തിലെ തെരുവ് പട്ടികളെ നമുക്ക് മാറ്റുവാനായിട്ട് കേരളത്തിലെ 99% ജനങ്ങളും ഒരേ സ്വരത്തിൽ പറയുകയാണ്, ഈ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് തെരുവ് പട്ടികൾ മാറ്റുവാനായിട്ട്. പണ്ട് 2001 വരെ തെരുവ് പട്ടികളെ കൊന്നിരുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ഞാൻ കറുകുറ്റി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു 1987 കാലഘട്ടങ്ങളൊക്കെ. അന്ന് എൻ്റെ പഞ്ചായത്തിൽ വരുന്ന പട്ടികളെ കൊല്ലുന്നതിനായി പട്ടിപിടുത്തക്കാർക്ക് 50 രൂപ, വെറും 50 രൂപ കൊടുത്ത് റെക്കോർഡിങ്ങിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സംഭവമായിരുന്നു. അത്ര നിസ്സാര കാര്യമാണ്. ഞാൻ ഇപ്പോൾ പറയുന്നത് 2001
തെരുവ് പട്ടി സ്നേഹികളോ അതായത് ഈ പേവിഷ മരുന്ന് കമ്പനി ലോബികളെല്ലാം ചേർന്ന് സുപ്രീം കോടതി പോയി അവിടെ ഉയർന്ന വക്കീൽമാരെ കണ്ട് ജഡ്ജിമാരെ എല്ലാം മനസ്സ് മാറ്റിയിട്ട് ഒരു ഓർഡർ മേടിച്ചെന്ന് പറയണത്. ആ ഓർഡറിൽ തെരുവ് പട്ടികളെ കൊല്ലാൻ പാടില്ല. പക്ഷേ ആ ഓർഡിനകത്ത് വേറെ കാര്യം പറയുന്നുണ്ട്, തെരുവ് പട്ടികളെ ഷെൽട്ടറാക്കാമെന്ന്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? കേരളത്തിൽ വളരെ എളുപ്പമാണ് ഈ തെരുവുപട്ടികളെ പിടിച്ച് ഷെൽട്ടറാക്കാനായിട്ട്. ഇവിടെ വനപ്രദേശം ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി ഡോഗ് പാർക്കുകൾ പണിയിട്ട് ഇപ്പം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഷെൽട്ടറുകൾ പണിയാൻ ആൾക്കാർ സമ്മതിച്ചു. നമുക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഈ തെരുവ് പട്ടികളെ മുഴുവനും മാറ്റിയേ പറ്റൂ. കാരണം അത്രയ്ക്കും ഭയാനകമാണ്. ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് പോകുന്നത്. മുഖ്യമന്ത്രി കണ്ണടച്ചിരിക്കണമെന്നില്ല. മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയി കാണുള്ളൂ, ചികിത്സിക്കുക, അമേരിക്കയിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന് പണമുണ്ട്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിന്നാൽ മാത്രമേ മരുന്ന് അത് കിട്ടുന്നില്ല. അത്രയ്ക്കും ഭയാനകമാണ് ഇവിടുത്തെ സംഘടന. ഇപ്പോൾ ഇവിടെ ഈ നമുക്ക് പദ്ധതികൾ ഇല്ലാത്തതിന്റെ പ്രശ്നമല്ലല്ലോ, പദ്ധതികളുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മൾ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചതാണ്. ഇതൊക്കെ ഒരു പ്രകാശനമാണ്. വന്ധീകരണം ABC റൂൾ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നതാണ്. എന്തുകൊണ്ട് വന്ധീകരണത്തിൽ എത്ര കോടി രൂപ ഇതിന് ചെലവാക്കിയത്? എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടോ? ഒരു തെരുവ് പട്ടി, ഒരു പെൺ തെരുവ് പട്ടി ഒരു വർഷത്തിൽ 3 തവണയാണ് പ്രസവിക്കുന്നത്. ഓരോ പ്രസവത്തിലും 10-15 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു വിടണേ. ഇതിങ്ങനെ പതിമടങ്ങായി 2001 ഏകദേശം ഒരു 50,000 പട്ടി ഉണ്ടായുള്ളൂ കേരളത്തിൽ ആകമാനം. ഇന്നിപ്പോൾ ഒരു സർവേ എടുക്കുകയാണെങ്കിൽ ഒരു 20 ലക്ഷം പട്ടികളുണ്ടാവും, തെരുവ് പട്ടികളുണ്ടാവും ഇവിടെ. അത്രയ്ക്കും പെറ്റുവരികയാണ്. ഇതൊക്കെ മാറ്റാണ്ട് ഇതിനൊരു പരിഹാരം കാണാതെ ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് പോയാൽ, ഞാൻ പറയുന്നത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഒരു സർവകക്ഷി യോഗം വിളിക്കാനായിട്ട് മുന്നോട്ട് വരുന്നില്ല? അതിനകത്ത് ഒരു സർവകക്ഷി യോഗം വിളിക്കട്ടെ, ഒന്നല്ലെങ്കിൽ അത്രയും ചെയ്യട്ടെ. കേരളത്തെ നമുക്ക് മാതൃകയാക്കാൻ പറ്റും. അതിന് അത്രയ്ക്ക് എളുപ്പമാണ്. കേരളത്തിലെ മുഴുവൻ തെരുവ് പട്ടികളെ നമുക്ക് മാറ്റി അവർക്ക് നല്ല ജീവിതം കൊടുക്കാം. തെരുവ് പട്ടികൾക്കും ജീവിതമില്ല. ഇപ്പോൾ തെരുവ് പട്ടികളെ വണ്ടി ഇടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ തെരുവുനായ സ്നേഹികൾ എന്ന് പറയുന്ന ആൾക്കാരില്ലേ, ഈ കാപ്പട്ടി സ്നേഹികൾ, മരുന്ന് വിഷബാധ മരുന്ന് കമ്പനി ലോബികൾ, ഈ തെരുവ് പട്ടി സ്നേഹികളിൽ നിന്ന് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ റോഡിൽ മുഴുവൻ തെരുവ് പട്ടികൾ ഇങ്ങനെ വണ്ടി ഇടിച്ച് ചത്ത് ചെയ്യുന്ന കിടക്കുമ്പോൾ അവരാരും വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ മുറിവേറ്റ് കിടക്കുന്നവരാരും വരുന്നില്ലല്ലോ. അപ്പോൾ ഈ തെരുവ് പട്ടികൾക്കും ജീവിതമില്ല. തെരുവ് പട്ടികൾ കടിച്ചു കയറി മേലാകെ വ്രണമായിട്ട് നടക്കുന്ന ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാനും സാധിക്കും. ഇവർക്ക് ഡോഗ് പാർക്കുകൾ പണിയിട്ട് ജനങ്ങൾ സ്പോൺസർ ചെയ്യാൻ താല്പര്യമാണ്. ഇവർക്ക് ഭക്ഷണം കൊടുക്കുവാനോ എന്തെങ്കിലും സഹായം ഗവൺമെൻറ്റിന് വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ്. മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് സർവകക്ഷിയോഗം വിളിച്ചതിന് പരിഹാരം കാണണം, കണ്ടേ മതിയാവും. അതല്ലെങ്കിൽ ഇവിടെ ഒരു വിമോചന സമരത്തിലേക്ക് പോകണം. ഒരു വിമോചന സമരത്തിലേക്ക് ഇപ്പോൾ ജനങ്ങൾ ഇറങ്ങാൻ റെഡിയാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളെ പേടിച്ചിട്ട് ആരും മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ജനസേവ തെരുവുനായ ഉന്മൂലന സംഘത്തിൻ്റെ പേരിൽ പല സമരങ്ങളും നടത്തി നോക്കിയിട്ടുണ്ട്. ജനങ്ങൾക്ക് വരുവാൻ പേടിയാണ്. ജനങ്ങൾക്ക് വരാൻ പേടി. ഈ രാഷ്ട്രീയ പാർട്ടികൾ പേടിച്ചിട്ട് ആരും വരുന്നില്ല. എല്ലാവരും ഓരോ രാഷ്ട്രീയ പാർട്ടികളെ അടിമകളായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ കുറേ ആൾക്കാർ, കോൺഗ്രസിന് കൂടെ കുറേ ആൾക്കാർ, അങ്ങനെ എല്ലാവരും ചിഹ്ന ഭിന്നമായി പോയി. ഇവിടെ ആളുകളെ കിട്ടുന്നില്ല. നമുക്കൊരു സമരം, ഒരു വിമോചന സമരം തന്നെ വേണ്ടി വരും. അത്രയ്ക്കും ഭയാനകമാണ്. എൻ്റെ അടുത്ത് ഓരോ ദിവസം വിളിച്ചു പറയുന്നത് 100 കണക്കിന് ആളുകളെയാണ് തെരുവ് പട്ടി കടിച്ചു. ഇപ്പോൾ ചാനലിൽ വാർത്ത വന്നത് ഒരു കൊച്ചു മരണപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അത്രയും സീരിയസ് കാര്യങ്ങൾ മാത്രമേ ഇങ്ങനെ മീഡിയാസ് വരുന്നുള്ളൂ. കേരളത്തിലെ മീഡിയാസ് ഒരു പരിധിവരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് വളരെ സന്തോഷം. മറ്റ് സ്റ്റേറ്റിൽ ഇതിലപ്പുറമാണ്. അവിടെ പട്ടി സ്നേഹികൾ എന്ന് പറയുന്ന ആൾക്കാർ വിലസുകയാണ്. എന്തുമാത്രം പട്ടികളെ എവിടെ നോക്കിയാലും. ഇപ്പോൾ ഞാൻ നാളെ ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 50ഓളം പട്ടികളാണ് അവിടെ ഇങ്ങനെ വിലസണത്. നമുക്ക് അവിടെ പോലും എയർപോർട്ടിൽ പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി. അത്രയ്ക്കും ഇന്ത്യയിലെ ഒരു തീരാശാപമാണ്. ഇതിന് പരിഹാരം കാണണമെങ്കിൽ വളരെ എളുപ്പമാണ്. കേരളത്തെ മാതൃകയാക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയിപ്പോൾ തിരിച്ചു വന്നിട്ടെങ്കിലും ഒരു സർവകക്ഷിയോഗം വിളിക്കുക. അതിനു മുമ്പ് എത്ര പേർക്കാണ് മരണപ്പെടുന്നത് ആർക്കറിയാം, എത്ര പേര് പേ പിടിക്കുന്ന ആർക്കറിയാം. ഇന്നിപ്പോൾ തെരുവട്ടി കടിച്ച ഈ ആൾക്കാർ ഇപ്പോൾ 1.5 ലക്ഷം പേരുണ്ടല്ലോ നമ്മുടെ ഈ വർഷം തന്നെ പട്ടി കടിച്ചിട്ട്. അവരൊക്കെ അവരുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എപ്പോഴാണ് എന്നെ പേ പിടിച്ച് എനിക്ക് പേ വിഷത കേൾക്കുന്നത്, എപ്പോഴാണ് ഞാൻ രോഗിയാൻ പോണത്, എപ്പോഴാണ്. താങ്കളുടെ നിലപാട് വ്യക്തമാണ്. അക്കാര്യത്തിൽ രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം പരിഹാരം ഉണ്ടാക്കാൻ എന്നാണ് താങ്കൾ നിർദ്ദേശിക്കുന്നത്.